നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുകയാണ്. 17 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് രാജ്യതലസ്ഥാനം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഡൽഹി നൽകുന്ന പാഠമെന്ത്? ഈ വിഷയം പരിശോധിക്കുകയാണ് മീഡിയ വൺ. ഇന്ന് വിഷയത്തിൽ പ്രതികരിക്കാൻ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ കൊച്ചിയിൽ നിന്ന് പങ്കെടുക്കും. IMA ട്രിവാൻഡ്രം പ്രസിഡന്റ് ഡോക്ടർ ജോൺ പണിക്കർ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. എയിംസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജിബിൻ MS ഡൽഹി ബ്യൂറോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിലെ വായുമലിനീകരണം കുറയ്ക്കാൻ ആകാശത്ത് നിന്ന് വെള്ളം തളിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തു. ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി സർക്കാർ ആവശ്യപ്പെട്ടു. നടപടികൾ കൈക്കൊള്ളുന്നതിൽ കാലതാമസം വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെയും ഡൽഹി സർക്കാരിനെയും ഹരിത ട്രൈബ്യൂണൽ ശാസിച്ചു. അപകടനിലയേക്കാൾ 12 മടങ്ങധികമാണ് ഡൽഹിയിലെ വായുമലിനീകരണം. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ ഏറ്റവും മോശമായ അന്തരീക്ഷവായുവാണ് നിലവിൽ ഡൽഹിയിലുള്ളത്. പരിസ്ഥിതി മന്ത്രി അനിൽ മാധവ് ദവെ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. മലിനീകരണം അടിയന്തരമായി തടയാൻ കൃത്രിമ മഴ പെയ്യിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾക്ക് തീവെക്കുന്നതടക്കം ഡൽഹിയെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും യോഗത്തിന് ക്ഷണിച്ചത്. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. വിമാനം ശുദ്ധീകരിക്കുന്ന വാക്വം ക്ലീനറുകളുടെ സഹായത്തോടെ വായു ശുദ്ധീകരിക്കാനും വെള്ളം തളിച്ച് താൽക്കാലികമായി പൊടി കുറയ്ക്കാനുമുള്ള ശ്രമങ്ങളാണ് നിലവിൽ തുടരുന്നത്. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സർക്കാർ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബദർപൂർ വൈദ്യുതി ഉൽപാദന കേന്ദ്രം 10 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനമായി. മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ കാലതാമസം വരുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ശാസിച്ചു. ഹെലികോപ്റ്ററുകളിൽ വെള്ളം തളിച്ച് പൊടിയടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും ട്രൈബ്യൂണൽ രംഗത്തെത്തി. കടുത്ത പുകമഞ്ഞിൽ ശ്വാസം മുട്ടുകയാണ് രാജ്യതലസ്ഥാനം. ദീർഘവീക്ഷണമുള്ള മലിനീകരണ നിയന്ത്രണ പദ്ധതികളിലൂടെ മാത്രമേ ഡൽഹിയെ ഇനി രക്ഷിക്കാൻ കഴിയൂ. ക്യാമറാമാൻ ഹരി വി നായർക്കൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ വൺ, ഡൽഹി. ശ്രീ ജിബിൻ MS, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നത്. അവിടെ താമസിക്കുന്ന നിങ്ങൾക്കാണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ പറയാൻ കഴിയുക. വലിയ ബുദ്ധിമുട്ടിലാണോ ജനങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നത്? ഡൽഹിയിലെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പം പൊല്യൂഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ രീതിയിലാണ് പൊല്യൂഷൻ ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇപ്പം ഹ്യൂമിഡിറ്റി വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അതിൻ്റെ കൂടെ ദീപാവലിക്ക് ശേഷം തുടങ്ങിയതാണ് ഈ ഒരു പ്രോബ്ലം ഇവിടെ കോമൺലി കാണുന്നത്. ദീപാവലിക്ക് ശേഷം ഒരുപക്ഷെ പല കാരണങ്ങൾ പറയുന്നത് ക്രാക്കേഴ്സ് അതുപോലുള്ള ഓവർ പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മൂലമുണ്ടാകുന്ന ഫ്യൂംസ് ആൻഡ് അതുപോലുള്ള പുക മലിനപ്പെടുത്തിയതാകാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി മിക്സായി വരുന്ന ഒരു അവസരത്തിൽ വളരെ കൂടിയ രീതിയിലുള്ള ഒരു പൊല്യൂഷനാണ് ഡൽഹി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾ വളരെ കൂടുതലായിട്ട് തന്നെ അനുഭവപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണത്തിലാണെങ്കിൽ തന്നെ അതുമൂലം എണ്ണം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ജോൺ പണിക്കർ, വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമല്ലല്ലോ ഇത്. കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകിയിരുന്നു, ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലുമൊക്കെ. ഡൽഹിയിൽ അതിപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വ്യാപ്തിയിലെത്തിയിരിക്കുന്നു എന്നതല്ലേ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചതല്ലേ ഡൽഹിയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഇത്രമാത്രം പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം? തീർച്ചയായിട്ടും. അതായത് ഇത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ വിൻ്റർ സീസൺ തുടങ്ങുമ്പോൾ ഇതുണ്ടാകുന്നതാണ്. ഈ വിൻ്റർ മുഴുവൻ ഇങ്ങനെയാണ്. അവിടെ പ്രത്യേകിച്ച് ഈ പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, അവിടെ ഫോഗ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗുമായിട്ട് മിക്സ് ചെയ്ത് അത് അന്തരീക്ഷത്തിൽ എങ്ങും പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എത്രയോ വർഷമായിട്ട് ഡൽഹിയിൽ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും മലിനീകരണമുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ഗ്വാളിയറാണ്. അതേപോലെ ലോകത്ത് തന്നെ ഏറ്റവും ഈ എയർ പൊല്യൂഷനുള്ള 20 സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 13 ഇന്ത്യയിലാണ്. അത്രയ്ക്ക് കാര്യം വളരെ മോശമായിരിക്കുകയാണ് ഇപ്പോഴും. ഇത് എല്ലാ കൊല്ലം ഇത് സംഭവിക്കുന്ന. കഴിഞ്ഞ കൊല്ലവും കുറേ ആക്ഷൻസ് എടുത്തു, കുറച്ച് ഡീസൽ കാറുകൾ ഇത് ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നുള്ള ഒരു പ്രോപ്പർ സയൻറ്റിഫിക് സ്റ്റഡി ഈ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ചെയ്തിട്ടില്ല.
അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ. ഇത് ഈ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്നത് നമ്മുടെ ദീപാവലി സമയത്ത്. അത് ഡൽഹി അതിൻ്റെ ഒരു വേസ്റ്റ് സെൻറ്ററാണ്. ഈ പടക്കം പൊട്ടിക്കാൻ നമ്മളെല്ലാം ഇവിടെ കേരളത്തിൽ അത് പലരും പറഞ്ഞു കഴിഞ്ഞു. അത് പല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ദീപാവലി സമയത്ത് ഈ പടക്കം പൊട്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ മലിനീകരണം, അതാണ് ഇത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അത് തുടങ്ങിക്കഴിയുമ്പോഴ് പിന്നെ അത് ഈ മിസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് പിന്നെ അങ്ങ് പോകാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ഇതിനകത്തൊക്കെ ഒരു തൽക്കാല ശമനത്തിന് വേണ്ടി ആ സമയത്ത് ആൾക്കാരെ സമാധാനപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യും. ഇപ്പോൾ കുട്ടികൾ വെളിയിൽ പോകണ്ടെന്ന് പറയുന്നു. വെളിയിൽ പോയില്ലെങ്കിലും ഈ എയർ കയറുന്നതൊക്കെ വീട്ടിനകത്തല്ലേ കയറുക. ഇതെവിടെ അതല്ലേ ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു യാതൊരുവിധ ഒരു പ്ലാനിങ്ങും ഇല്ലാതുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ പല കാര്യങ്ങളിലും. ഇതിൽ മാത്രമല്ല, പല പ്രശ്നങ്ങളിലും ഇങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്. അത് ഞാനിപ്പോൾ 2 ദിവസം മുമ്പേ ഒരു ഗൾഫ് കൺട്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവിടെയൊക്കെയുള്ള ആ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം അഡ്വാൻസ്ഡാണ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ. അത് നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈ ഗൾഫ് കൺട്രീസ് പോലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പല കൺട്രീസും, ഏഷ്യൻ കൺട്രീസ് എല്ലാം നമ്മളെക്കാളൊക്കെ വളരെ കൂടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മേജർ സിറ്റികളിൽ എടുക്കുകയാണെങ്കിൽ ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി. നമ്മുടെ ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബെയ്ജിംഗ് ആയിരുന്നു. ബെയ്ജിങ്ങിൻ്റെ ഡബിൾ പൊല്യൂഷനാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇതാണ് അവസ്ഥ. 1990 മുതൽ തന്നെ ഡൽഹി അടക്കമുള്ള നഗരങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അന്തരീക്ഷ മലിനീകരണത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ട് തങ്ങൾ നൽകിയിരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നിപ്പോൾ ഹരിത ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇത് മുൻകൂട്ടി പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഈ സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ശരിയാവണ്ണം ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ? അതിൽ തീർച്ചയായിട്ടും പല സർക്കാരുകളുടെയും, ഇപ്പോൾ ഡൽഹി നേരത്തെ പറഞ്ഞു, ഡൽഹി മാത്രമല്ല ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുഖ്യമന്ത്രി കേജ്രിവാൾ പറഞ്ഞത് അത് ഗ്യാസ് ചേംബറിലാണ് ഡൽഹി എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്യാസ് ചേംബറിൽ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ അത് അഗ്രവേറ്റ് ചെയ്തത് ഈ ദീപാവലി ആണെങ്കിലും ചുറ്റുപാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ അവിടെ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പും ചോളവും അതുപോലെ കരിമ്പും വൻതോതിൽ അതിൻ്റെ ഇത് എന്താ പറയുക വൈക്കോൽ അല്ലെങ്കിൽ അതിൻ്റെ ചണ്ടി കത്തിക്കും. അത് വ്യാപകമായി കത്തിച്ചുകൊണ്ടിരിക്കുകയും ഈ സീസൺ മാച്ച് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ IMAയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുന്നു, കാറ്റിൻ്റെ വേഗത കുറയുന്നു, മഞ്ഞ് വരുന്നു, ടെമ്പറേച്ചർ താഴുമ്പോൾ നാച്ചുറലി കാറ്റിൻ്റെ വേഗത കുറയും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് വന്ന് വളരെ വ്യാപകമായി മുകളിലേക്ക് പോലും പോകാതെ ഇത് കൂടുകയും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താ, ഇപ്പോൾ സ്മോഗ് എന്ന് നമ്മൾ പറയാറുണ്ട്, സ്മോക്കും ഫോഗും ചേർന്ന് മിസ്റ്റും ചേർന്ന് ഇപ്പോൾ അതും കിടന്നിട്ട് സ്മോക്ക് ഹേസ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഹേസായി എന്ന് വെച്ചാൽ ഒരു ആകെ നിറഞ്ഞ ഗ്യാസ് ചേമ്പർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു നിയന്ത്രണവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവറോൺമെൻറ്റ് എന്ന് പറയുന്ന സംഘടന മുമ്പ് പഠിച്ചിട്ടുണ്ട്, അവരിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ IMAയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡായ നഗരങ്ങളിൽ ഒന്നായി ഡൽഹി മാറിയിരിക്കുന്നു. എങ്ങനെയാണത് കുറയ്ക്കുക? എന്തൊക്കെ ഡൽഹിയുടെ മലിനീകരണത്തിന് കാരണങ്ങളുണ്ട്? ആ കാരണം ഏതെങ്കിലും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ? എത്രത്തോളം പറ്റുമോ? ഒരു കാര്യം എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പോൾ ഡൽഹിയിൽ ഡീസൽ കാറിൻ്റെ നിയന്ത്രണവും OD1 പരിഷ്കാരവും സർക്കാർ കൊണ്ടുവന്നു. എന്ത് തരം വിമർശനമായിരുന്നു നമ്മുടെ നാട്ടിൽ ആളുകൾ പറഞ്ഞിരുന്നത്? അത്ര വാഹനം കുറഞ്ഞാൽ അത്രയെങ്കിലും കുറയും. കാരണം ഇപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ചും അത് വീണ്ടും വരുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ. അതുപോലെ ഡൽഹി നഗരത്തിലായിരുന്നു രാജ്ഘട്ടിലും ബദർപൂരിലും 2 കോൾ പവർ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 2 തരത്തിൽ പൊടി വരും. ഒന്ന് ഉള്ള കെട്ടിടങ്ങൾ മുഴുവൻ ഇടിച്ച് തകർത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ അത് തകർക്കുന്ന സംഗതികൾ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, ഡീസൽ ജനറേറ്ററുകൾ, അത് വളരെ പ്രധാനമാണ്. ഡീസൽ ജനറേറ്ററുകൾ എല്ലാ സ്ഥലത്തും ഡീസൽ ജനറേറ്ററാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിലാണ് ഈ പറഞ്ഞ ദീപാവലിയുടെ ആക്രമണം കൂടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെ ആസൂത്രിതമായി ഒരു ഡൽഹി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതിന് ചുറ്റുമുള്ള സർക്കാരുകളും ചേർന്ന് വളരെ വിദഗ്ധമായ തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചാലേ ഡൽഹി രക്ഷപ്പെടും. മാത്രമല്ല
അനിയന്ത്രിതമായ രൂപത്തിൽ എങ്ങനെയെങ്കിലും വികസിച്ചാൽ മതി എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശുദ്ധവായു വികസനത്തിൻ്റെ ഭാഗത്തിൽ പെടുമോ, ശുദ്ധജലം പെടുമോ, ശുദ്ധ ഭക്ഷണം പെടുമോ എന്ന്. ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി പെട്ടിട്ടില്ല. നേരെ മറിച്ച് അടിസ്ഥാനപരമായി ശുദ്ധവായു കൊടുക്കേണ്ടത്, ശുദ്ധജലം കൊടുക്കേണ്ടത്, ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കേണ്ടത് സർക്കാരുകളുടെ ജോലിയാണ്. അതില്ല. താങ്കളെ തിരിച്ചു ജിബിൻ, ഒരു കാര്യം, അതായത് ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ, ഡൽഹി സർക്കാർ വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ പദ്ധതികൾ കൊണ്ടുവരികയും അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു സഹകരണം ഇത്തരം പദ്ധതികൾക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മരങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഡൽഹി സർക്കാർ വളരെ മുൻപന്തിയിലാണ്. കാരണം ഡൽഹിയിൽ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു സിറ്റിയിൽ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പാർക്കുകളും ഗ്രീനറീസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിൽ ഡൽഹി സർക്കാർ ഒരുപാട് മുമ്പിലാണ്. പക്ഷേ എന്നിരുന്നാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പോപ്പുലേറ്റഡ് ആണ് ഡൽഹി. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എത്രത്തോളം അതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ആ എഫേർട്ടുകൾക്ക് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ള കാര്യം സംശയകരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സർക്കാരിൻ്റെ എഫേർട്ട് പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു പൊല്യൂഷൻ ഡൽഹിയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം. എയർ പൊല്യൂഷൻ മാത്രമല്ല, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ഇപ്പോഴും പൊല്യൂട്ടഡ് ആണ്. ഈ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ വളരെ ആശങ്കാകുലരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പലരും മാസ്കുകൾ, 3M മാസ്കുകൾ പോലെ പല മാസ്കുകൾ ഉപയോഗിച്ചാണ് റോഡിൽ ഇറങ്ങുന്നത് തന്നെ. ഈ ഒരു ദീപാവലിക്ക് ശേഷമുള്ള ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സെയിൽ, നമ്മൾ കേൾക്കാത്തൊരു കാര്യമായിരിക്കും ഓക്സിജൻ സെയിൽ എന്നുള്ളത്. സോ ഡൽഹിയിലെ വിപണികളിൽ ഓക്സിജൻ സെയിൽ വ്യാപകമായിരിക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടറുകൾ ആൾക്കാർ വാങ്ങുന്നു, അവർ മാസ്കിന് പകരം ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നു. ആ ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിച്ചിട്ട് അവർ ഓക്സിജൻ ശ്വാസവായു വാങ്ങുകയാണ് ഇവിടെ. സോ അത്രയും ആശങ്കാകുലരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത്. അത് മാത്രമല്ല, ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി അതൊരിക്കലും പൂർണ്ണമായ രീതിയിലായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. വ്യക്തമാണ് ജിബിൻ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ ശേഷം ഈ ഫോക്കസ് തുടരുന്നു. ഡോക്ടർ ജോൺ പണിക്കർ, ഡൽഹിയിലെ കാര്യത്തിൽ നിന്ന് മലിനീകരണത്തിന്റെ വിഷയത്തിൽ ഒട്ടും വ്യത്യസ്തമല്ല കേരളത്തിലെ അവസ്ഥ, പ്രത്യേകിച്ച് കൊച്ചി. ഇപ്പോൾ തന്നെ പുകമഞ്ഞിന് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം വന്നു കഴിഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയല്ലേ കേരളത്തിലുമുള്ളത്? തീർച്ചയായിട്ടും ഈ എയർ പൊല്യൂഷൻ നമ്മുടെ ഇന്ത്യ മൊത്തമായിട്ട് അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ഡൽഹിയുടെ അത്രയും ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് മുൻകൂട്ടി നമ്മുടെ കേരളം നമ്മുടെ ആരോഗ്യരംഗത്ത് വളരെ ലോകത്ത് തന്നെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ആണ് കുറച്ച് വർഷങ്ങളായിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളം ഇതിനൊരു മാതൃക കാണിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ്. പക്ഷേ അത് ഇതിനകത്ത് നമ്മുടെ കൊച്ചി പ്രത്യേകിച്ച് അത് ഈ അവിടുത്തെ റിഫൈനറീസും അങ്ങനെയുള്ള ഇതെല്ലാം വരുമ്പോൾ വളരെയധികം അത് സൂക്ഷിക്കേണ്ടതാണ്, മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതിനായിട്ടൊരു ടാസ്ക് ഫോഴ്സ് എല്ലാ ഈ പ്രധാനപ്പെട്ട സിറ്റികളിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ ഒരു മോണിറ്ററിങ് പ്രോഗ്രാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും അതെനിക്ക് തോന്നുന്നില്ല അതൊരു തൃപ്തികരമായ രീതിയിലോ അവർക്ക് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ നോയിസ് പൊല്യൂഷൻ്റെ കാര്യങ്ങളിലും പലതിൽ ഞാൻ ഇടപെടാറുണ്ട്. ENT ഡോക്ടറും കൂടെയാണ് ഞാൻ. പക്ഷേ അതിൽ പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളൊരു എൻവയറൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് നോക്കാനുള്ള യാതൊരു ഉപകരണങ്ങളും ഇല്ല, അതുകൊണ്ട് ഞങ്ങളുടെ ജോലിയല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നൊരു രീതി. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് ഈ സിറ്റികളിലെ പ്രശ്നങ്ങൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് അതിനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ അപ്പോയിൻ്റ് ചെയ്ത് അവർ സ്റ്റഡി ചെയ്തിട്ട് കുറേ വർഷത്തെ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഇപ്പോൾ തന്നെ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് കാണാം. നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷനും ഈ MBBS മെഡിസിനൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു 2 മാസം ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞിപ്പം ജനം മറന്നു കഴിഞ്ഞു. അതുപോലെ ആ പ്രശ്നം വരുമ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ടൈം ഇതല്ല ഒരു മോഡേൺ സൊസൈറ്റിയിൽ ചെയ്യേണ്ടത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കിതെല്ലാം കൊല്ലം ഒരു കാര്യത്തിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സൊസൈറ്റിയാണ് അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് ശരിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ശരിക്കും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അതിൽ എത്രയോ എല്ലാ മാസവും ഈ പൊല്യൂഷനെ പറ്റിയുള്ള ഡിസ്കഷൻസും ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർക്ക് പറയുന്നതിന് എപ്പോഴും ഒരു ലിമിറ്റുണ്ട്. അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു നിസ്സഹായാവസ്ഥയിലാണ് പലരും. ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ചാൾ മുമ്പ് ഡൽഹി പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഒരു സാമ്പത്തികമായിട്ട് ഒരു ആവറേജ് കുടുംബത്തിൽ പോലും എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള എയർ ഫിൽറ്റേഴ്സാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ വീടുകളിലും 3, 4. അവിടുത്തെ ഏറ്റവും ഇപ്പം ചിലവുള്ള ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ എയർ ഫിൽറ്റേഴ്സാണ്. അത്രയ്ക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അത് ഡൽഹിയിൽ ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഡൽഹിയിൽ ആൾക്കാർ കുറേ കൂടെ അവെയറാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നോർത്ത് ഇന്ത്യൻ സിറ്റികളിലും ഇതാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഇവിടുത്തെ സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈദരാബാദ് അങ്ങനെയുള്ള സിറ്റികളിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതൊരു ഗവൺമെൻറ് ഒരു പ്രയോറിറ്റി ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. റൈറ്റ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ തന്നെ നമ്മൾ ഭയപ്പെടുത്തുന്നതാണ്. അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് ഡൽഹിയോട് അടുത്തെത്തിയിരിക്കുന്നു കൊച്ചി എന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഇപ്പോഴുണ്ടായ ഒരു അവസ്ഥ ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ചർച്ചകൾ ആ രീതിയിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടോ? നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു അപകടമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ താൽക്കാലിക പരിഹാരം എന്നതിനപ്പുറം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും പരിഹാര മാർഗങ്ങളുടെയും ഒരു അപര്യാപ്തത ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ അവസ്ഥ ഒരുപക്ഷെ ഡൽഹിയിലെ പോലെ ആയിരിക്കില്ല, വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥാ മാറ്റം, വരൾച്ചയെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. വായുവിലെ പൊടിപടലങ്ങൾ വളരെ കൂടിയ ഒരു കാലാവസ്ഥയാണ് ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കേരളത്തിൽ സാധാരണ ഉയർന്നതാണ്. അത് കുറയാനാണ് പോകുന്നത്. കാരണം മഴ കുറയുന്നതോട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയും. വാഹനങ്ങളുടെ എണ്ണം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു റോഡിൽ. പൊതുഗതാഗതം തകരുകയും സ്വകാര്യ വാഹനങ്ങൾ കണ്ടമാനം റോഡിലേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളാണ്. കൊച്ചി ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കൊച്ചിയുടെ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് അത് കടൽ തീരത്താണ്. അതുകൊണ്ട് കാറ്റടിക്കുന്നത് കൊണ്ട് എയർ പൊല്യൂഷൻ്റെ ആ ഡെൻസിറ്റി ഇത്രയും നിൽക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആരാണിത് മോണിറ്റർ ചെയ്യുന്നത്? ഒരാളിത് മോണിറ്റർ ചെയ്യുന്നില്ല. കൊച്ചിക്ക് ചുറ്റും രാസവ്യവസായങ്ങളുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി. ഏത് അപകടം ഉണ്ടായാലും നമുക്കൊന്നും നേരിടാനുള്ള ഒരു ശേഷിയും നമുക്കില്ല. അപ്പോൾ പിന്നെ പരസ്പരം കുറ്റം പറയുകയല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 ദിവസം നമ്മൾ ആ വാർത്ത വരും, നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പോൾ ശുദ്ധജലം കേരളത്തിൽ വില കൊടുത്ത് വാങ്ങിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ നിലവാരം എത്ര തകരാറിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശുദ്ധവായുവിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ എയർ പ്യൂരിഫയറിൻ്റെ കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം എയർ പ്യൂരിഫയർ ഇഫക്റ്റീവാണോ അല്ലയോ എന്ന് പ്രമുഖമായ ഒരു മാധ്യമത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ചർച്ച നടന്നു, ഹിന്ദു പോലൊരു. അപ്പോൾ അതിൽ എയർ പ്യൂരിഫയർ അത്രത്തോളം ഇഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് വിറ്റുപോവാണ്, ആളുകൾ വിറ്റുപോവാണ്. കുപ്പിവെള്ളം കുടിച്ച മാതിരി തന്നെ. കുപ്പിവെള്ളം നല്ലതാണോ എന്നറിയില്ല, അതാണ് കുറച്ചുകൂടി ഭേദം എന്നുകൊണ്ട് അത് വാങ്ങി കുടിക്കുകയാണ്. ഇതിൻ്റെ ഫലം സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ, ആരോഗ്യത്തെ, ചിലവിനെ ബാധിക്കുന്നു എന്ന രൂപത്തിൽ അവരും ബോധ്യപ്പെട്ടിട്ടില്ല. ഇതിനെ ഇപ്പം വഴിയിൽ മുള്ളുണ്ടെങ്കിൽ ചെരുപ്പിട്ട് നടക്കാം, മുള്ളവിടെ കിടന്നോട്ടെ എന്ന രൂപത്തിൽ പോകണം. ഇപ്പോൾ നമ്മൾ മാലിന്യത്തിൻ്റെ ഒക്കെ പ്രശ്നം നമ്മൾ കണ്ടു. അതിൽ നിന്നും മാറി ഒരു പൊതുസമൂഹത്തിൽ നിന്നൊരു സമ്മർദ്ദം വരണം. അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊന്നും ചെയ്യില്ല. പെരിയാർ വിഷത്തിൽ മുങ്ങിയിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മിണ്ടുന്നില്ല. ഇവിടെ വാഹനങ്ങളുടെ പുകയെ സംബന്ധിച്ചും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തോ ചില സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നല്ലാതെ ഒട്ടും ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് സംവിധാനത്തെ അത്ര കർശനമാക്കി നിർത്തണമെങ്കിൽ അതിനാവശ്യമായ ഒരു പൊതു സമൂഹത്തിൻ്റെ സമ്മർദ്ദം വേണം. അവിടെയും പ്രശ്നം ആ തൽക്കാലം ഒരു ചർച്ച വരും, മാധ്യമങ്ങളിൽ ചർച്ച വരും, കുറച്ച് ആളുകളും സംസാരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളത് മറക്കും. ഇപ്പോൾ എൻട്രൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഴിമതിയുടെ കാര്യമോ ഒക്കെ നമ്മൾ കഴിഞ്ഞാൽ നമ്മളിത് മറന്നുപോകും. യഥാർത്ഥത്തിൽ ഇത് എല്ലാ ദിവസവും 24 മണിക്കൂർ നമുക്ക് വേണ്ടതാണ് ശുദ്ധവായുവും ശുദ്ധജലവും എന്ന അടിസ്ഥാനത്തിൽ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചർച്ച കൊണ്ടുപോകണമെങ്കിൽ ഒരു സംവിധാനം വേണം. നമ്മുടെ ഇന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്കവർ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം, അവർ ആളുകളൊന്നും മോശമായതുകൊണ്ടല്ല, ഒരു സംവിധാനം അവർക്കില്ല. ഇപ്പോൾ ഡൽഹിയിലെ എയർ മോണിറ്ററിങ് കുറേ കാലമായി നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെ കൊച്ചിയിൽ പോലും എയർ മോണിറ്ററിങ് നടന്നിട്ടില്ല. ആരാ നടത്തേണ്ടതെന്ന് അറിയില്ല. വാട്ടർ ക്വാളിറ്റി മോണിറ്ററിങ് നമുക്ക് കാര്യമായി നടക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പോലും നല്ലതല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? കൊച്ചി, ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഡൽഹിയേക്കാൾ വേറൊരു തരം അപകടത്തിലേക്ക് കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്, പാരിസ്ഥിതികമായി ദുരന്തം. വ്യക്തമാണ് ശ്രീ സി ആർ നീലകണ്ഠൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശരിയുടെ വേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. ഡോക്ടർ ജോൺ പണിക്കർ, ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കൃത്രിമ മഴ അടക്കമുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ എത്രമാത്രം സാധ്യമാണ്? എന്താണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പരിഹാരം?
അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയും, ഇതിൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊല്യൂഷനിൽ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡ്, പിന്നെ ബെൻസിൻ, അതേപോലെ സൾഫർ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ എയറിൽ വരാൻ പാടില്ല, നോർമൽ കേസിൽ വരാൻ പാടില്ല. അതുകൂടാതെ കാർബൺ ഡയോക്സൈഡ്, നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അറിയാമല്ലോ, കാർബൺ ഡയോക്സൈഡ് കൂടുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ എല്ലാം അന്തരീക്ഷ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. ഇങ്ങനെയുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വസ്തുക്കളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് ഗർഭിണികളെയും അതേപോലെ ദോഷം ചെയ്യുന്നത് കൊച്ചുകുട്ടികളെയുമാണ്. അതേപോലെ ഓൾറെഡി ലങ്സിന് രോഗമുള്ള വ്യക്തികൾക്ക്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗങ്ങൾ മറ്റ് വെസ്റ്റേൺ കൺട്രീസുമായിട്ടും ഞാൻ ഈയിടയ്ക്ക് വായിച്ചാണ്, ഇറ്റലിയേക്കാൾ 11 ഇരട്ടി കൂടുതൽ ശ്വാസകോശ രോഗങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും 5ാമത്തെ റീസൺ ഫോർ ഡെത്ത് ഈ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിയുമ്പോൾ 5ാമത്തെ റീസണാണ് ശ്വാസകോശ രോഗങ്ങൾ. അത് ലോകത്ത് ഒരിടത്തും ആ ലെവലിലില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ആൾക്കാർ കുട്ടികൾ ഒക്കെ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആവുന്നത്. ഈ ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ആസ്മ, അലർജി, ഇപ്പോൾ ഞാനൊരു ENT ഡോക്ടറാണ്, ത്രോട്ട് സംബന്ധമായിട്ടുള്ള ഒത്തിരി അലർജി, മൂക്കിലുണ്ടാകുന്ന അലർജി, അത് അവസാനം ആസ്മയായിട്ട് മാറുന്നുണ്ട്. അത് മാത്രമല്ല ശ്വാസകോശ അർബുദം, അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾ ശ്വസിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അറിയില്ല, ഇതും വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ആ ഒരു കുട്ടി. അതേപോലെ ഈ കുട്ടികൾക്ക് ഇത് വരുവാണെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. പലപ്പോഴും ഓട്ടിസം പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാണ് ഈ ബെൻസിൻ പോലുള്ള ഡോക്ടർ ക്ഷമിക്കുക, സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്. ശ്രീ CR നീലകണ്ഠൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? അടിയന്തരമായി ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കൊച്ചിയാണ് നിങ്ങൾ സെൻറ്റർ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ ഇരയെങ്കിൽ, കൊച്ചിക്ക് ചുറ്റുമുള്ള മാലിന്യ സ്രോതസ്സുകൾ, കൊച്ചിയെ മലിനീകരിക്കാൻ അല്ലെങ്കിൽ ഉള്ള സ്രോതസ്സുകളെ നമ്മൾ അടയ്ക്കണം. അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ ബദർപൂർ പ്ലാന്റ് അടച്ചു, ഡീസൽ അടയ്ക്കാൻ പറഞ്ഞു. കൊച്ചിക്കപ്പം തൊട്ടടുത്ത് LSHSൻ്റെ വലിയ 100 മെഗാവാട്ടിൻ്റെ ഒരു പ്ലാന്റ് ബ്രഹ്മപുരത്തുണ്ട്. അതേ ബ്രഹ്മപുരത്ത് തന്നെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്യുന്ന യാർഡുണ്ട്. കൊച്ചിയിലെ വാഹന ഗതാഗതം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ പൊടിപടലങ്ങൾ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പൊടിപടലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിയന്ത്രിക്കാൻ ഇപ്പോൾ തന്നെ സംവിധാനം നമുക്ക് വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്, വാഹന മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്, മോണിറ്ററിങ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഡീസൽ പോലെയുള്ള നിലയങ്ങൾ കത്തിക്കുന്നത്, വേലൂരിൻ്റെ ഡീസൽ ഒരു പെട്രോളിയം നിലയം, അതുപോലെ ഒരു നിലയം ഇപ്പോൾ ഇവിടെ ബ്രഹ്മപുരത്തുണ്ട്. അതുപോലെ നിലയങ്ങളൊക്കെ ഇത്തരം ജനവാസമേറിയ നഗരത്തിനടുത്ത് കൊണ്ടുവച്ച് പ്രവർത്തിക്കുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. CR നീലകണ്ഠൻ, സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ആവശ്യം. വളരെയധികം നന്ദി ശ്രീ ജോൺ പണിക്കർ, CR നീലകണ്ഠൻ, ജിബിൻ MS ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. NDTVക്ക് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ഇറക്കിയ വിലക്ക്, ആ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും ബുള്ളറ്റിനിൽ വരാം. എന്തായാലും ഇന്നത്തെ ഡീഫോക്കസ് സമാപിക്കുകയാണ്. ഷോമോളുമായി NP ചേരും.